ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങാൻ തീരുമാനിച്ചതിനെ നഖശിഖാന്ത് എതിർത്ത് അതിൻ്റെ പേരിലാണ് ഇന്ത്യക്ക് പ്രതിരോധം ഏർപ്പെടുത്തി, ഉപരോധം ഏർപ്പെടുത്തി. പക്ഷേ ഇന്ത്യ അത് മൈൻഡ് ചെയ്തില്ല. നരേന്ദ്രമോദിയും ഇന്ത്യ ഗവൺമെൻറ്റും ഒക്കെ വളരെ ലാഘവത്തോടുകൂടി കണ്ടിട്ട് നിങ്ങൾ പോടാ എന്നുള്ള സ്റ്റൈലിൽ ഞങ്ങൾക്ക് വേറെ ശക്തികളുണ്ട് എന്നുള്ള നിലയിൽ ചൈനയുമായും റഷ്യയുമായിട്ടൊക്കെ നല്ലൊരു ബന്ധമുണ്ടാക്കി, വേറെ പുതിയ ശാക്തിക ചേരികൾ തന്നെ ഉണ്ടാക്കി മുന്നോട്ട് നീങ്ങി. ഡോളറിന് പകരമുള്ള പുതിയ നാണയം ഇറക്കാനുള്ള അല്ലെങ്കിൽ പുതിയ രൂപ ഇറക്കുവാനുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ യുണൈറ്റ് എന്ന പേരിലുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു. അങ്ങനെ വളരെ വളരെ ഗൗരവതരമായ വിഷയങ്ങളുമായി ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്നല്ല ലോകത്ത് ഒരു രാജ്യവും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയ പ്രതിസന്ധിയിലേക്കാണ് അമേരിക്ക. ശമ്പളം കൊടുക്കാൻ നിവർത്തിയില്ല, സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ നിവർത്തിയില്ല, ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒന്നാകെ തകരാറിലാവുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിമാന സർവീസുകൾ 40-ലധികം വരുന്ന വിമാനങ്ങളുടെ 4000-ഓളം വരുന്ന സർവീസുകൾ, ആഭ്യന്തര സർവീസുകൾ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ജനങ്ങളുടെ മൊബിലിറ്റിയുടെ പ്രശ്നമുണ്ട്, ഇൻകത്തിൻ്റെ പ്രശ്നമുണ്ട്, ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് അമേരിക്ക പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്നാണ് അവർ കരകയറുക എന്നറിയില്ല. പക്ഷെ അതൊരു രാഷ്ട്രീയ പ്രതിസന്ധി കൂടെയാണ്. കാരണം സെനറ്റ് യോഗത്തിൽ വളരെ കൃത്യമായ ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയെടുക്കാൻ ട്രംപിന് കഴിയുന്നില്ല. അങ്ങനെ കഴിയാത്തതിൻ്റെ വലിയ പ്രശ്നമാണ് ഡെമോക്രാറ്റുകൾ അവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഡെമോക്രാറ്റുകൾ ഉയർത്തുന്ന വിഷയം പക്ഷേ ന്യായമാണ്. ആരോഗ്യരംഗത്ത്, ഹെൽത്ത് കെയർ രംഗത്ത് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇൻഷുറൻസും മറ്റ് ധനസഹായവും ആവശ്യമുണ്ട്. പക്ഷേ അത് കൊടുക്കാൻ ട്രംപ് തയ്യാറല്ല. ആദ്യം മുതലേ ട്രംപ് പറയുന്നത് അതൊരു അനാവശ്യ ചെലവാണ്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവിടെ വലിയ ഉടക്കിലാണ് അമേരിക്ക ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ ബഡ്ജറ്റ് പാസ്സാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കഴിഞ്ഞ 10-35 ദിവസമായി ഉണ്ട്.